നല്ല പടം. ഗൗതമിനും നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടിയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ അപ്ഡേറ്റഡാണ്. അതാണ് പുള്ളി ഇപ്പോഴും പിടിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ ഓഡിയൻസിൻ്റെ പൾസ്, യങ്സ്റ്റേഴ്സ് പൾസ് നന്നായിട്ട് അറിയാം. പിന്നെ കോമഡി ആക്ഷൻ പുള്ളിപ്പോൾ എത്ര ആൾക്കാരുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്. അവസാനം ഒരു ക്ലീശേ മൂവിയല്ല, ഇതിനെ കാണാത്ത ഒരു ക്ലാസ് എൻ്റർടൈനറാണ്. എനിക്ക് അത് ലാഗ് തോന്നിയില്ല. വേറെ ഒരു പ്രശ്നമൊക്കെ വരുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് 100 കോടി ക്ലാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ വലിയൊരു ഹിറ്റ് ആയിട്ടും പിന്നെ ഗൗതം മേനോൻ്റെ നടന്ന കോമ്പിനേഷൻ. ഇതുപോലത്തെ കഥാപാത്രങ്ങൾ നമുക്ക് എങ്ങനെ എടുത്ത് അത് പുള്ളി അപ്ഡേറ്റഡാണ്. ഇപ്പോഴത്തെ പൾസാണ് അറിയാം. ഈ യങ്സ്റ്റേഴ്സ് പുള്ളി ചാൻസ് കൊടുക്കും. ഇതെല്ലാം നമുക്ക് ലാലേട്ടൻ പഠിക്കേണ്ട കാര്യം. 80s 90s ലാലേട്ടൻ പൾസ് അറിയാം അന്നത്തെ യൂത്ത്. ഇപ്പോഴത്തെ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. യങ്സ്റ്റേഴ്സൊക്കെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് ഇങ്ങനത്തെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. വെൽ അപ്ഡേറ്റഡാണ്. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് മനസ്സറിയാൻ അറിയാം. നല്ല സെലക്ഷനാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഡയറ്റ് ചെയ്ത പടമാണ്. എത്രയോ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുന്നത്. ഇതാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ സുരേഷേട്ടൻ്റെ മോനെ ഉണ്ടായിരുന്നു. ഗൂഗിളാണ്. സുരേഷ് ഗോപിക്കാട്ട് നല്ല ഫ്ലെക്സിബിളാണ്. വേഴ്സിറ്റൈൽ ആക്ടറാണ്. ഭാവിയിൽ വലിയൊരു ആക്ടറായി മാറാൻ സാധ്യതയുണ്ട്. രണ്ടേ നന്നായി ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെ കോമ്പിനേഷൻ കോമ്പിനേഷൻ വലിയ മമ്മൂക്ക ആയതുകൊണ്ട് അത്ര ഏജ് ഗ്യാപ്പ് തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോമ്പിനേഷനാണ്. നല്ലൊരു മൂവിയാണ്. മമ്മൂക്കയുടെ സ്വാഗ് നമുക്ക് കാണാമോ പടത്തിൽ? അത് നന്നായിട്ടുണ്ട്. ശബ്ദമെല്ലാം കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഓൺലി ഒരു നെഗറ്റീവ് ആണ് മമ്മൂട്ടിയുടെ പ്രായം കുറച്ച് തോന്നുന്നുണ്ട്. അടുത്ത കാലത്തൊന്നും പ്രായം തോന്നിയില്ല. ഇനി കുറച്ച് പ്രായം കാണിക്കണമെന്ന് തോന്നുന്നു. പടത്തിലും പ്രായം ഏതിലായിട്ടുള്ള ആളായിട്ട് ഇവിടെയുള്ള കുറച്ച് ഇത് ചെയ്തിട്ട് പിന്നെ അങ്ങനെ കുറച്ച് തോന്നി. പക്ഷെ അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് സ്ക്രിപ്റ്റ് ഉപകരണം. ഗൗതമിനെ കുറേ നാൾ മോഡൽ നടക്കുന്നുണ്ട് സിനിമയാണ്. പുള്ളി കൊടുത്തില്ല. ഇതാണ് കോമ്പിനേഷൻ. ഇങ്ങനത്തെ നല്ല മൂവി ഇതാണ് പക്ക എൻ്റർടൈൻ. ഈ കാലത്ത് പറ്റിയ എൻ്റർടൈൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മമ്മൂക്ക തകർത്ത്. വേറൊരു മമ്മൂക്കിയാന്നൊക്കെ പറയുന്ന ആൾക്കാർ വേറെ മൂടാ, ജോയിന്റ് മൂടാണ്. പിന്നെ മമ്മൂക്ക പുലിയല്ലേ. പിന്നെ മോഹൻലാല് തന്ത വേഷം, മമ്മൂക്ക ചെറുപ്പ വേഷം, വേറെ മൂഡ്. ഞാൻ മമ്മൂട്ടി ഫാനാണ്. അത്രേ ഉള്ളൂ. ഇതാണ് വേറെ മൂടല്ല. സിനിമയിൽ അഭിനയിച്ച് ഫീലാവുന്നൊന്നുമല്ല. ഈ സിനിമ ഒരു ഫ്രഷാണ്. ഈ ഫ്രഷ് ഒരു പ്രൊഡക്റ്റാണ് ശരിക്കും ഓഡിയൻസിനെ കൊടുക്കുന്നത്. പിന്നെ ഒരു കൂട്ടം ആൾക്കാർ കണ്ടിട്ട് പറയണം ഈ സിനിമ എങ്ങനെയല്ലോ, ഒരാളെ അഭിപ്രായമല്ലല്ലോ. ഈ സിനിമയിൽ മമ്മൂട്ടി ഗോകുൽ കോമ്പിനേഷൻ അത് നന്നായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നമുക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഞാൻ പബ്ലിക്കിനോട് പറയുന്ന സിനിമ ഏറ്റവും ബെസ്റ്റാണ്, നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് അതും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലോ, വ്യത്യസ്തമായ ടേസ്റ്റുകളുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ എൻ്റെ ഇഷ്ടമില്ല, ചിലപ്പോൾ വേറെ ആൾക്ക് ഇഷ്ടം. അപ്പോൾ നമ്മൾ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ മമ്മൂക്ക എന്നുള്ള ആർട്ടിസ്റ്റ് ആണെങ്കിലും ഗൗതം മേനോൻ എന്നുള്ള ഡയറക്ടറാണെങ്കിലും അവരെന്തായാലും നല്ലൊരു സെറ്റപ്പായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു റിസൾട്ട് കിട്ടും തീർച്ചയായിട്ടും. ജനങ്ങളെ എത്തിക്കട്ടെ, വിജയകട്ടെ. മമ്മൂട്ടി കമ്പനിയുടെ പടങ്ങളൊന്നും എന്താ പറയുക ഫ്ലോപ്പായിട്ടൊന്നുമില്ല. അത്യാവശ്യം ലെവലിലേക്ക് ഓടിയിട്ടൊക്കെ ആ ഒരു റെക്കോർഡിനെ സിനിമ ചേർത്ത് വെക്കാം.